ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കറമ്പിക്കോഴി അടവച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ. നമുക്ക് ഇടയ്ക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മഴ, കാറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് മാറേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്ന സമയത്ത് പിന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ കുറച്ച് പെൻഡിങ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്ന് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ വോയിസ് കൊടുത്തിട്ട് ഇടുന്നത്. അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 7 എണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 5 മുട്ട നമുക്ക് പിന്നെ കേടായി പോയിട്ടുണ്ട്. ഒരു 12 മുട്ടയാണ് നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതലൊക്കെ സാധാരണ രീതിയിൽ കിട്ടുന്നതാണ്. ഇപ്രാവശ്യം മഴ കുടുക്കം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്തോന്നറിയില്ല. എന്തായാലും നമുക്കൊരു 7 കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ 5 മുട്ട ഒന്നും കൂടി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ആദ്യത്തെ സമയത്ത് വിരിയുമെന്ന് ഉള്ളത് കൊണ്ട് ഒന്നും കൂടെ നോക്കാമെന്ന് കരുതിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ടും ഒരു 22 ദിവസം വരെയൊക്കെ നമ്മൾ നോക്കി, അത് കഴിഞ്ഞിട്ടും വിരിയുന്നില്ല. അതപ്പോൾ ഒരു 21 ദിവസമാണ് കണക്ക്, എങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടെയൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതൊന്നും വിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് മുട്ടയ്ക്ക് ഇങ്ങനെ കുലുക്കം വരാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായത് കേടുവന്ന മുട്ടയാണെന്ന്. അങ്ങനെ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ മുട്ട കോഴിക്ക് വെച്ച് കൊടുത്തിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് മാറ്റിയിട്ടേ തീറ്റ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിന് ചൂടും വേണം. നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് അതിന് തണുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബ്രൂഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തീറ്റ കൊടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് അതിൻ്റെ മുകളിലത്തെ ട്രേ അങ്ങ് മാറ്റിയിട്ട് പിന്നെ ഒരു ചാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേപ്പറും കൂടി വിരിച്ചിട്ട് അതിനകത്താണ് കേട്ടോ നമ്മൾ തീറ്റയും വെള്ളമൊക്കെ വെച്ചിട്ട് കൊടുത്തത്. ഞാനിവിടെ സ്റ്റാർട്ടറാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന തീറ്റ നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. ഏറ്റവും പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതാണ് കേട്ടോ അവിടെ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾ വെള്ളവും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന മഞ്ഞൾ പൊടിച്ചിട്ട് അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കാം. അല്ലാതെ പച്ച മഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് അരച്ചോ ഇടിച്ചോ ഒക്കെ വെള്ളത്തിലാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ പച്ചമഞ്ഞൾ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ. അപ്പം നമുക്കത് പ്രതിരോധത്തിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നല്ലതാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്, നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇനി വാങ്ങിയാലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ കൊടുക്കുന്നത് ഈ മഞ്ഞൾ വെള്ളം തന്നെയാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തീറ്റ തന്നെ നമ്മൾ കൊടുക്കണം. വലിയ കോഴിയുടെ കൂടെ ഇടുന്ന സമയത്തായാലും നമ്മൾ ഈ തീറ്റ തന്നെ കൊടുക്കണം. കാരണം അരിയോ ഗോതമ്പോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളും കൂടി അത് കഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ തൊണ്ടയിലൊക്കെ കുടുങ്ങുക, അതുപോലെ തന്നെ അതിന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മാസം വരെയെങ്കിലും ഈ ചെറിയ തീറ്റ തന്നെ സ്റ്റാർട്ടർ തന്നെ നമ്മൾ കൊടുക്കണം. വലിയ കോഴിക്കും ഒപ്പം തന്നെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്ക് 7 എണ്ണം ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ തന്നെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനെ നമ്മുടെ തള്ളക്കോഴിയുടെ കൂടെ തന്നെ ഇനി നമുക്കിതിനെ വളർത്താം കേട്ടോ. നമുക്കിനി ബ്രൂഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ചൂട് മതിയാകും. അപ്പോൾ ആ മുട്ട വിരിയാത്തേക്ക് നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഒരുമിച്ച് വളർത്താം കേട്ടോ. ഇനി നമുക്ക് ഇവരെ കൂട്ടിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് എപ്പോഴും വെള്ളവും തീറ്റയൊക്കെ അടുത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു കൂട്ടിലേക്ക് ഇവരെ മാറ്റണം. പിന്നെ അതിനായിട്ട് നമുക്കിവിടെ എന്ന് വെച്ചാൽ 2 കൂടുണ്ട് ഉള്ളതിൽ 2ലും കോഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് വലിയ കോഴികളെല്ലാം കൂടെ ഒന്നിലോട്ടാക്കിയിട്ട് ഒരു കൂട് നമുക്കൊന്ന് വൃത്തിയാക്കി ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് എടുക്കണം. അതിനകത്ത് പലകയൊക്കെ ആയതുകൊണ്ട് ചാക്കൊക്കെ വിരിച്ചിട്ട് വേണം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൻ്റെ ഇടയ്ക്കൂടി താഴോട്ട് പോകും കേട്ടോ. പൊടി ആയതുകൊണ്ട് വലിയ കോഴികളെ കണക്കല്ലല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ, കുഞ്ഞുങ്ങളെ മാറ്റിയതിനൊക്കെ ശേഷമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.